ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എങ്ങനെയാണ് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് പച്ചക്കറിക്ക് പന്തലൊരുക്കാമെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാനിതാ ഇവിടെ ഒരു പന്തലൊരുക്കിയിട്ടുണ്ട്. അതായത് ഒരു കാര്യം ഞാനിവിടെ നിലത്താണ് കുഴിച്ചിട്ടിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഒരു ബക്കറ്റിൽ പെയിന്റ് ബക്കറ്റിൽ ഞാൻ ഒരു പയർ നട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ബക്കറ്റിലാണ് ഞാൻ ഒരു കാല് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇതേ രൂപത്തിലാണ്. ഇവിടെ നിലത്ത് കുഴി കുത്താൻ നല്ല പാടാണ്. അപ്പം ഏതായാലും ഈ ബക്കറ്റിക്ക് ഞാൻ കാല് കുത്തി കൊടുത്തതാണ്. എന്നിട്ട് ഞാനിതൊരു കോണാകൃതിയിലാണ് 2 കമ്പ് കൊടുത്തിട്ട് പന്തല് കൊള്ളി കൊടുത്തിട്ടുള്ളത്. ഒരു കാലിത്തതിൻ്റെത് നിലത്താണ് കുത്തി വെച്ചിട്ടുള്ളത്. അപ്പം 2 കാല് നമ്മൾ നിലത്ത് കുഴിച്ചിട്ട് 2 കാല് നമ്മൾ ബക്കറ്റിലുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിന്മേൽ ഒരു കയറ് കൊടുത്തിട്ട് കയറിങ്ങനെ നീളത്തിലും വിലങ്ങനായിട്ട് നമ്മൾ കയറ് കെട്ടി കൊടുക്കുകയാണ്. നമ്മളെ വീട്ടിലുള്ള എന്താ നമുക്ക് കിട്ടുന്ന കയറ് അത് മതി. പിന്നെ നടുവ് കൂടെ ഞാനൊരു കമ്പ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് കെട്ടുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇതങ്ങോട്ട് ഞാനൊരു കോണാകൃതിയിലാണ് ഞാൻ പന്തലത്ത് കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്മേൽ പടരുന്ന ഐറ്റങ്ങളൊക്കെ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ നമുക്ക് പടരുന്ന ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ പടർത്തി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിന്മേൽ പടർത്തി കൊടുക്കുന്നത് കുക്കുംബറാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടൊരു മാസമായി വരുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങനെ നമുക്ക് അതിൻ്റെ മേലോട്ട് പടർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് 4 സൈഡും നമുക്ക് അങ്ങനെ ഇത് കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സൈഡിൽ നിന്നും പടർത്താം. പക്ഷെ ഞാൻ ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് മാത്രമേ പടർത്തി കൊടുക്കണുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ നടുവ് കൂടെ ഞാൻ പിന്നെ പച്ചമുളകും വഴുതനും നട്ടിട്ടുണ്ട്. അത് കുക്കുംബർ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറ്റിയമ്മരതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പടർത്തുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് കുറ്റിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതിമ്മ പടർത്തുന്നതാ ചില വള്ളി പടർന്നു പോകുന്നുണ്ട്. അപ്പം അതും അങ്ങനെ പൊയ്ക്കോളും. ഇതാ പടരുന്നുണ്ട്. ഇത് കുറഞ്ഞ സ്ഥലം മതി. പിന്നെ ഇതിമേലൊരു മത്തൻ വള്ളി ഉണ്ട് പടർത്തി കൊടുക്കണ്. മത്തന് ഇതവിടെ താഴെ കുഴിച്ചിട്ടിട്ട് മേലൊക്കെ പടർത്തി കൊടുക്കണ്. ഇത് പിന്നെ ഒരു കയ്പ ഇതൊക്കെ ഇപ്പോൾ 1-2 ആഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ ഇത് വെച്ചിട്ട്. ഇതൊക്കെ എളുപ്പം വെച്ചാൽ ഒരു കൊള്ളി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഈ പന്തൽമേൽ കയറ്റി കൊടുക്കുക. അപ്പം അതങ്ങനെയുള്ളതൊക്കെ കയറ്റി കൊടുക്കുക ഈ പന്തൽമേൽ. പിന്നെ ഇതിൻ്റെ ഇപ്പുറം സൈഡിൽ നമുക്ക് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മേലെ ഒരു നീളത്തിലൊരു വല കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വല കെട്ടിയിട്ട് അത് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കമ്പ് കുത്തി കൊടുത്തതാണ്. ഇങ്ങനെയുള്ള ഓരോരോ കമ്പ് ഞാൻ വെറുതെ ഒന്ന് കുത്തി കൊടുത്തതാണ്. എന്നിട്ട് അതിന്മേലാണ് പിന്നെ ഞാൻ കെട്ടിയിട്ട് ഇതതുപോലെ കെട്ടി നീളത്തിലും വിലങ്ങിനും കെട്ടിയിട്ട് ഞാൻ ഇതാക്കി കൊടുത്തിട്ടാ. ഇതിൻ്റെ ഒരു കാല് നമ്മളെ കോണായിട്ട് കെട്ടിയ പന്തലിൻ്റെ ഒരു കാലാണിത്. എന്നിട്ട് അതിന്മേൽ ഞാൻ ഈ ഒരു കാലുമേലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മേലെ ഞാനൊരു കമ്പിയാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്. ഞാൻ കമ്പിയും ആ ഒരു ബലത്തിന് വേണ്ടിയിട്ടുണ്ട് കമ്പിയുമെന്ന് താഴത്തേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്ത്. അതിൻ്റെ അടിയിൽ ഞാൻ മുഴുവൻ വെച്ചിട്ടുള്ള തക്കാളി തൈയാണ്. ഇനിയിപ്പോൾ ഈ തക്കാളി തൈ നമുക്ക് വലിപ്പം വെക്കുകയാണെങ്കിൽ തക്കാളിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് കുത്തു കൊടുക്കണം. പക്ഷെ നമുക്കിത് കുത്തിൻ്റെ ആവശ്യമില്ല. ഇത് വലിപ്പം വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ കയറുമ്മൽ നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം.
പിന്നെ ഓരോ തക്കാളി തൈയിൽ ഞാൻ പടർത്തുന്ന ഐറ്റംസാണ് ഒന്നും കൂടി നട്ടിട്ടുണ്ട്. അപ്പം അത് വലുതാവുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പിമേൽ ഈ കയറുമ്പോൾ നമുക്ക് കെട്ടി കൊടുക്കാം, പടർത്തി കൊടുക്കാം. ഇതെല്ലാ തക്കാളി തൈയിലും ഞാൻ ഓരോ പടരണ ഇത് പയറാണ്. ഇത് ഓരോ ഇതിലും ഓരോരോ പടരുന്നത് വെച്ച് പിന്നെ ഇതിൻ്റെ നടുവിൽ മുളകും തൈ വെച്ചിട്ടുണ്ട്, പിന്നെ വഴുതന തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം നമുക്ക് അവിടെ വേസ്റ്റ് ആവില്ല, അപ്പോൾ അവിടെ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് പന്തൽ കെട്ടിയാൽ നമുക്ക് കുറച്ച് സ്ഥലത്തും ഒരുപാട് കൃഷി ചെയ്യും. അവിടെ ഞാൻ കയ്പ പാവൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആ വള്ളിമേൽ ഉണ്ട് വെച്ച് കൊടുത്താൽ അത് അയിമ പടരും. ഇതിവിടെ ഒരു മുരടുത്ത പടർന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് സൈഡും നമുക്ക് പടർത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഇങ്ങനെ പന്തലൊരുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലമുള്ളവർക്കും കൃഷി ചെയ്യുക. അപ്പോൾ സ്ഥലം ഇല്ലയെന്ന് കരുതി ആരും